84 വയസ്സ് കഴിഞ്ഞ പറയട്ടെ, 84 വയസ്സ് കഴിഞ്ഞ അന്നാമ്മ ചേട്ടത്തിയാരും മറിയാമ്മ ചേട്ടത്തിയും തെണ്ടാനിറങ്ങി പിച്ചച്ചട്ടി എടുത്ത് തെണ്ടാനിറങ്ങി. അതാണ് ഈ സർക്കാരിന്റെ മുഖമുദ്ര. 1600 രൂപ പോലും കൊടുക്കാൻ കഴിയാത്തവര് അത് കിട്ടാതെ വന്നപ്പോ 84 വയസ്സ് കഴിഞ്ഞ 2 വൃദ്ധകള് പിച്ചച്ചട്ടി എടുത്ത് തെണ്ടാനിറങ്ങി. എന്റെ സുഹൃത്തും പോയി പഠിക്കണം. അതിരാവിലെ നമുക്ക് തൃശ്ശൂരിലെത്തണമെങ്കിൽ ട്രാഫിക് ജാമ 50. എന്റെ സുഹൃത്തെ ഞാൻ പറയട്ടെ, നിങ്ങൾക്കറിയാമോ കിഴക്കേക്കോട്ട തൃശ്ശൂർ ഹോസ്പിറ്റലെത്തണമെങ്കിൽ 3 സ്കൂളാ. ആ സ്കൂളിന്റെ മുന്നേ കൂടെ അങ്ങോട്ട് വരണെങ്കിൽ കുട്ടികൾ അങ്ങോട്ട് നടക്ക ഇങ്ങോട്ട് നടക്ക, അങ്ങോട്ട് നടക്ക ഇങ്ങോട്ട് നടക്ക. എന്തായി വണ്ടിയത്തില്ല. നിങ്ങൾ രണ്ടുപേരും പറഞ്ഞു വികസനം നടത്തി എന്ന് പറഞ്ഞു. കാരണം ആളുകളുടെ ഭൂമി കയ്യേറിയിട്ട് പൈസ കൊടുത്തില്ല. രാജുമല്ലൻ പറ്റിച്ചു. ഈ തൃശ്ശൂര് വികസനം 50 വർഷമായി. നിങ്ങൾ പറഞ്ഞു, കോൺഗ്രസ് പറഞ്ഞു ഇടതുപക്ഷം നടത്തിയില്ല, ഇടതുപക്ഷം പറഞ്ഞു കോൺഗ്രസ് നടത്തിയില്ല. ആരാ നടത്തുക? 10 വർഷമായി കേരളത്തിലെ മുഖ്യമന്ത്രി ആരാ ചേട്ടാ? 10 വർഷമായി കേരളത്തിലെ മുഖ്യമന്ത്രി ആരാ? പിണറായി വിജയൻ. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. 10 വർഷം കോർപ്പറേഷൻ ഭരിച്ചത് MK വർഗീസ്, കണ്ണംകുളത്തി അവരല്ലേ? രാജേട്ടൻ പറഞ്ഞു രാജൻ കൊല്ലൻ കിഴക്കേക്കോട്ട തള്ളി മറിച്ചു. തള്ളു നിർത്തി ജോസേട്ടാ. ഒരു തള്ളും രാജൻ കൊല്ലന്റെ കാലഘട്ടം ഒരു ചുക്കും ചുണ്ടാകും രാജൻ കൊല്ലം ചെയ്തിട്ടില്ല. അതിന്റെ കാരണം ഞാൻ ഒരു കാര്യം പറയാം. ഐക്യജനാധിപത്യ മുന്നണി വലിയ ഭൂരിപക്ഷ അധികാരത്തിൽ വരും. കാരണം സഹകരണ കൊള്ളയും കൊടകര കുഴൽപ്പണവും BJP CPM ഡീലാണ്. ആ ഡീല് മുറിച്ചാൽ ഒരു സംശയം വേണ്ട, കോൺഗ്രസ് അധികാരത്തിൽ വരും. ഈ കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് നിങ്ങളൊക്കെ ഇവിടെ ആരോപണമൊക്കെ പറയുന്നുണ്ടല്ലോ. അവിടെ പെസക് പറ്റി എന്നത് കണ്ടുപിടിച്ചത് ഇടതുപക്ഷം തന്നെയാണ്. അത് തിരുത്തിയതാണ് ഇടതുപക്ഷം. അവിടെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോ അവിടെ മത്സരിക്കാൻ വേണ്ടിയിരുന്ന ഇടതുപക്ഷം